യമുനയല്ലേ? ഞാനാണ് പോസ്റ്റ്മാൻ ഗോപാലിന്റെ അടുത്ത് കുറിപ്പ് കൊടുത്തയച്ചത്. സെൽ നമ്പർ G11 കിടക്കുന്ന പ്രഭാകരൻ. അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യമുനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഈ വേഷം കുട്ടി ഇതിനകത്ത് കിടക്കുന്നത്. ഇന്ന് രാത്രി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. 12 മണി കഴിയുമ്പോ ഞാൻ വരും. റെഡി ആയിരിക്കണം. ഇപ്പൊ ഏതായാലും നോർമലായിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കണ്ട. പിൽസ് കണ്ടിന്യൂ ഉണ്ട് അല്ല ഡോക്ടർ? അത് മതി. ഞാൻ താഴെ ഉണ്ടാകാം. ഡോക്ടർ അങ്ങോട്ട് വരില്ലേ? ശരി വരാം. ഓക്കെ. തെങ്ങാണോ ആദ്യം വന്നത് അതോ തെങ്ങയാണോ ആദ്യം വന്നതെന്ന്? തെങ്ങും തേങ്ങായൊക്കെ വരുന്നതിന് മുമ്പേ തെങ്ങോടുകൂടി ഒരു തേങ്ങായ വന്നത്. ഓഹോ, നീ അത്രയ്ക്കായോ? നിന്നെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ആ ലീലാമേ, ഈ പേഷ്യന്റിനെ വേഗം ഷോപ്പ് റൂമിൽ കൊണ്ടുവരൂ. അറ്റൻഡൻസിന് വിളിക്കേ, വേഗം വേണം. താനെന്താ ഇവിടെ? ഇരുമ്പാണി തട്ടി മുളയാണി തീർത്ത് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലിന് 16 പൊൻപടം കൊടുത്തവൻ ചന്തു മാറ്റ ചുരിക ചോദിച്ചപ്പോ ചേട്ടന്റെ പോസ്റ്റ് ഓഫീസിൽ ആരും തീ വയ്ക്കുന്നു. അവന്മാരെ കത്തിക്കാൻ പോകുന്നു. ഇവന് കുറച്ച് കൂടുതലാ. ഒരു ഷോ കൊടുത്താലേ ശരിയാവുള്ളൂ. സൺ ഓഫ് ബിച്ച്. അവളെ പിടിച്ച് സെല്ലടക്കണോ? ഷോക്ക് റൂമിനെ കൊണ്ടുവരൂ. എനിക്ക് എല്ലാം ഞാനിപ്പോഴാണ് അറിഞ്ഞത് സാറേ. ബഹളമൊന്നും ഉണ്ടാക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതെങ്ങനെയാ? മനസ്സ് നിറയെ നാടകമല്ലേ? മലമ്പുഴയിൽ ഒരു കടം കഥ എന്ന നാടകത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ഓർമ്മ വന്നതായിരിക്കും അല്ലേ? കുഞ്ഞിരാമ, എനിക്കൊരു സഹായം ചെയ്തു തരൂ. എന്താ സാറേ? എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കുഞ്ഞിരാമന് കഴിയോ? അത് വേണ്ട സാറേ. അത് നാടകലോകത്തിനൊരു തീരാ നഷ്ടമായിരിക്കും. ശരിക്കും അസുഖം മാറിയിട്ട് സാറ് പോയാൽ മതി. എനിക്ക് യാതൊരു അസുഖമില്ല കുഞ്ഞിരാമ. ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുക. ഈശ്വര, ഷോക്ക് കൊടുത്തപ്പോ അസുഖം കൂടിയോ? ഞാൻ പറയുന്നത് വിശ്വസിക്കും കുഞ്ഞിരാമ. ഞാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഏത് കുട്ടിയെ? മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുനയെ. നല്ല കുട്ടിയാണല്ലേ. തലക്ക് സുഖമില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് നോർമലായല്ലേ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറ്. അത് നമ്മൾ കലാകാരന്മാർക്കുള്ള ഒരു വീക്ക്നെസ് ആണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്തെങ്കിലും മരുന്നിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാനേ തരാൻ പറയാം. എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. പ്രഭേ, എല്ലാം ഞാൻ അറിഞ്ഞു. കളി കാര്യമായ മട്ടാണല്ലോ പ്രഭേ. കാശും വേണ്ട, യമുനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ക്രെഡിറ്റും വേണ്ട. നമുക്ക് ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് ശരിയാവില്ല പോൾ. കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര നീക്കിയ സ്ഥിതിക്ക്
എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. ചില പുതിയ കർമ്മ പരിപാടികളുടെ ഐഡിയ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഓപ്പറേഷന്റെ 2ാം ഘട്ടം നമ്മൾ ആരംഭിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ? ബീനയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇത് അറിയാൻ പാടില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത്. കാര്യം പറയൂ. 11ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന എന്റെ സുഹൃത്ത് പ്രശാന്തിന് യാതൊരു അസുഖവുമില്ല. ഇതെന്ത് പറ്റി? അവിടെ കിടന്ന് കറങ്ങി കറങ്ങി അസുഖം ശരിക്കും പിടിച്ചോ? അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത്. അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അതേ പറയൂ. എന്നാൽ ഞാൻ പറയുന്നു അവന് ഭ്രാന്തില്ല. അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെയുണ്ട്. 4ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുന. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച് അവനവിടെ കഴിയുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കുവോ? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? ആനകറ മലയിലെ ആടുകറ മലയിലെ എന്തോ കേറി വരുന്നു. മാറിച്ചോണ്ട് സാറേ, തേങ്ങാക്കൊല ഉണങ്ങി കിടക്കുക. വെട്ടി. അയ്യോ, എന്റെ കുഞ്ഞിന്റെ തലേ തേങ്ങ വീട്. അയ്യോ, ഓടിവായോ. പാവം തെങ്ങേറ്റക്കാരനായിരുന്നു. തേങ്ങ ഇട്ടപ്പോ ഒരെണ്ണം ഒരു കുട്ടിയുടെ തലയിൽ വീണു. കുട്ടി ചത്തുപോയി. അന്ന് ഉടങ്ങിയതാ. വിമൻസ് കോളേജിൽ ലെറ്റർ കൊടുത്തിട്ട് വരട്ടെ. പെണ്ണുങ്ങൾക്ക് ലെറ്റർ കൊടുത്താണല്ലോ ഈ പരുവത്തിലായത്. നിനക്ക് ഇവിടുന്ന് അസുഖം ഭേദമായിട്ട് പോകണമെന്ന് ഒട്ടും ആഗ്രഹിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. റുക്കാ പട്ടുകയിലെ ഖേദ് ഹേ. മതി മതി മതി. പോ, 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 പോ. അയ്യോ, 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 അയ്യോ. സാറേ, മോഹച്ചുള്ള പക്ഷിയിലെ നരേന്ദ്രനാഥയാണോ? അത് വേണ്ട സാറേ. ക്ഷമ ചോദിക്കാൻ ആൻസി എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. സാറ് പോ 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 പോ. ആ, പോ, 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 പോ. പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. വരൂ, വാ നീ. നിക്കണ അവിടെ, വാടാ ഇവിടെ. നീ പോവാണല്ലേ, നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. കഴിവറടാ മോനെ. മിണ്ടരുത്. മിണ്ടാതെ അവിടെ ഇരുന്നോളണം. നീ പോയി അവിടുന്ന്. നീ വലിയ പുണ്യാഹത്തൊന്നും ചമയണ്ട. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ആരോട് ചോദിച്ചിട്ടാണ് സെല്ലിൽ കിടന്ന യമനെ പുറത്തു കൊണ്ടുപോയത്? ഇടയ്ക്ക് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോകാറുള്ള ഡോക്ടർ. മാത്രമല്ല നോർമൽ ആണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഡോക്ടറുടെ കസിൻ അല്ലേ. നോക്ക്, ഹോസ്പിറ്റലിനകത്ത് സ്വന്തവും ബന്ധവും ഒന്നുമില്ല. ഡോക്ടറും പേഷ്യന്റുമാണ്. യമുന മതിൽ ചാടി പുറത്തു പോയിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? ഇനി എന്നോട് ചോദിക്കാതെ സെല്ലിൽ കിടക്കുന്ന ആരെയും പുറത്തിറക്കണ്ട. പൊയ്ക്കോ. ദേ, സ്പോർട്സിലുള്ള മെരിറ്റൊന്നും ഇതിനകത്ത് വേണ്ട. മതിലുകാരി രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? ഇനി ഈ സെല്ല് വിട്ട് നീ പുറത്തു പോവില്ല.